ലോകാനുഗ്രഹി മുത്ത് നബിയുടെയും പ്രിയപത്നി ഖദീജ ബീവിയുടെയും മൂത്ത പുത്രിയായിരുന്നു സൈനബ് ബീവി. സൗന്ദര്യവും ഗുണങ്ങളും ഒത്തുചേർന്ന സൈനബയെ തന്റെ സഹോദരി ഹാലയുടെ മകനായ അബുൽ ആസിന് വിവാഹം ചെയ്തു നൽകണമെന്ന് ഖദീജ ബീവി ആഗ്രഹിച്ചിരുന്നു. മക്കയിലെ മാന്യനായ യുവാവായിരുന്നു അബുൽ ആസ്. മകളുടെ വിവാഹപ്രായമെത്തിയപ്പോൾ ആ ആഗ്രഹം സഫലമാവുകയും സൈനബയും അബുൽ ആസും വിവാഹിതരാവുകയും ചെയ്തു. മാതൃകാപരമായ ദാമ്പത്യമായിരുന്നു അവരുടേത്. വിവാഹ സമ്മാനമായി ഉമ്മ ഖദീജ ബീവി താൻ താമസിച്ചിരുന്ന വീട് ആ ദമ്പതികൾക്ക് നൽകി. പ്രവാചകത്വ ലബ്ധിക്കു മുൻപായിരുന്നു ഇവരുടെ വിവാഹം. പിന്നീട് മുഹമ്മദ് നബി പ്രവാചകനായി നിയോഗിക്കപ്പെട്ടപ്പോൾ സത്യസന്ദേശം അറിഞ്ഞ ഉടൻ തന്നെ സൈനബ് ഇസ്ലാം മതം സ്വീകരിച്ചു. എന്നാൽ അബുൽ ആസ് ആ സത്യപാത സ്വീകരിക്കാൻ ആദ്യം വിമുഖത കാട്ടി. പ്രവാചകനോടും കുടുംബത്തോടും അങ്ങേയറ്റം ബഹുമാനമുണ്ടായിരുന്നെങ്കിലും ഭാര്യയുടെ മതം സ്വീകരിച്ചു എന്ന ഖുറൈശികളുടെ പരിഹാസം അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. എങ്കിലും സൈനബയുടെ വിശ്വാസത്തിന് അദ്ദേഹം ഒരിക്കലും തടസ്സമായില്ല. മക്കയിലെ പ്രമുഖർ അബുൽ ആസിനെ സമീപിച്ച് സൈനബയെ വിവാഹമോചനം ചെയ്യാൻ നിരന്തരം പ്രേരിപ്പിച്ചു. എന്നാൽ മക്കയിലെ ഒരു സ്ത്രീയും എന്റെ ഭാര്യയ്ക്ക് പകരമാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം അവരെ നേരിട്ടു. അത്രമേൽ തീക്ഷ്ണമായിരുന്നു അവർക്കിടയിലെ സ്നേഹം. പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ പിതാവിന്റെ മാർഗത്തിലേക്ക് വരാത്തതിൽ സൈനബയ്ക്ക് അതിയായ ദുഃഖമുണ്ടായിരുന്നു. ഇസ്ലാമിക ദാമ്പത്യ നിയമങ്ങൾ പൂർണ്ണമായി അവതീർണമാകാത്ത ആ കാലഘട്ടത്തിൽ അവർ ഒരുമിച്ച് തന്നെ കഴിഞ്ഞു. ഇതിനിടയിലാണ് ഉമ്മ ഖദീജ ബീവിയുടെ വിയോഗവും പ്രവാചകന്റെ മദീന പലായനവും സംഭവിക്കുന്നത്. അവരെ ഏറെ വേദനിപ്പിച്ച മറ്റൊരു നിമിഷം ബദർ യുദ്ധമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട പിതാവിനും കുടുംബത്തിനും എതിരെ തന്റെ ഭർത്താവ് യുദ്ധഭൂമിയിൽ അണിനിരക്കുന്നത് നിറകണ്ണുകളോടെയല്ലാതെ അവർക്ക് നോക്കി നിൽക്കാനായില്ല. യുദ്ധം കഴിഞ്ഞ് വാർത്തകൾക്കായി അവർ മക്കയുടെ അതിർത്തിയിൽ കാത്തുനിന്നു. അബൂജഹൽ അടക്കമുള്ള മുശ്രിക് പ്രമുഖർ കൊല്ലപ്പെട്ടെന്നും പ്രവാചകനും സൈന്യവും വിജയിച്ചെന്നും അറിഞ്ഞപ്പോൾ അവർക്ക് ആശ്വാസമായി. എന്നാൽ അബുൽ ആസ് തടവുകാരനായി പിടിക്കപ്പെട്ടുവെന്ന വാർത്ത സൈനബയെ തളർത്തി. ഭർത്താവിനെ മോചിപ്പിക്കാനുള്ള ദ്രവ്യം നൽകാൻ അവരുടെ പക്കൽ വേണ്ടത്ര സമ്പത്തുണ്ടായിരുന്നില്ല. ഒടുവിൽ വിറയ്ക്കുന്ന കൈകളോടെ തന്റെ കഴുത്തിലെ ആ മാല അവർ ഊരിയെടുത്തു. വിവാഹദിവസം ഉമ്മ ഖദീജ ബീവി നൽകിയ ആ പ്രിയപ്പെട്ട മാല ഒരു തുണിയിൽ പൊതിഞ്ഞ് അബുൽ ആസിന്റെ സഹോദരൻ വശം അവർ മദീനയിലേക്ക് കൊടുത്തയച്ചു. മദീനയിൽ മോചനദ്രവ്യങ്ങൾക്കിടയിൽ ആ മാല കണ്ട പ്രവാചകൻ വികാരാധീനനായി. ഖദീജയുടെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ കണ്ണുകളെ ഈറനണിയിച്ചു. പ്രവാചകൻ അനുചരന്മാരോട് ചോദിച്ചു, ഈ മോചനദ്രവ്യം തിരികെ നൽകി സൈനബയുടെ ഭർത്താവിനെ വിട്ടേക്കുന്നതിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടോ? തിരുമേനിയുടെ സന്തോഷം മാത്രം ആഗ്രഹിച്ച അനുചരന്മാർ അതിന് പൂർണ്ണസമ്മതം നൽകി. അങ്ങനെ ആ മാല അബുൽ ആസിന് തന്നെ നൽകി അദ്ദേഹത്തെ വിട്ടയച്ചു. എന്നാൽ സൈനബയെയും മക്കളെയും മദീനയിലേക്ക് അയക്കണമെന്ന ഉടമ്പടി പ്രവാചകൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. മക്കയിൽ തിരിച്ചെത്തിയ അബുൽ ആസ് വിങ്ങുന്ന ഹൃദയത്തോടെ സൈനബയോട് പറഞ്ഞു, സൈനബ്, എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ സ്നേഹം മരണം വരെ നിലനിൽക്കും. നിന്റെ ഓർമ്മകളിൽ ഞാൻ ശിഷ്ടകാലം ജീവിക്കും. അദ്ദേഹം അവരെ മദീനയിലേക്കുള്ള യാത്രാസംഘത്തിനൊപ്പം അയച്ചു. എന്നാൽ യാത്രക്കിടയിൽ മക്കയിലെ ശത്രുക്കൾ അവരെ ആക്രമിച്ചു. കുതിരപ്പുറത്ത് നിന്ന് വീണ് പരിക്കേറ്റ സൈനബയെ അബുൽ ആസ് വീണ്ടും വീട്ടിലെത്തിച്ചു. പിന്നീട് ഒരു രാത്രിയിൽ രഹസ്യമായി അവർ മദീനയിലെത്തി. വേർപാടിന്റെയും രോഗത്തിന്റെയും നൊമ്പരങ്ങൾക്കിടയിലും അബുൽ ആസിന്റെ മനംമാറ്റത്തിനായി സൈനബ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം ഒരു കച്ചവടസംഘത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന അബുൽ ആസിനെയും കൂട്ടാളികളെയും മുസ്ലിം സൈന്യം പിടികൂടി. ഖുറൈശികളുടെ നീക്കം രഹസ്യമായി നിരീക്ഷിക്കുന്ന സൈന്യം ആയിരുന്നു അത്. അവിടെ നിന്നും രക്ഷപ്പെട്ട അദ്ദേഹം നേരെ മദീനയിലെ സൈനബയുടെ വീട്ടിലെത്തി അഭയം തേടി. സുബ്ഹി നമസ്കാര സമയത്ത് സൈന പള്ളിയിൽ വന്ന് തന്റെ ഭർത്താവിന് താൻ അഭയം നൽകിയ വിവരം പ്രഖ്യാപിച്ചു. പ്രവാചകൻ അത് അംഗീകരിക്കുകയും അബുൽ ആസിനോട് മാന്യമായി പെരുമാറാൻ നിർദ്ദേശിക്കുകയും നിങ്ങൾ തമ്മിൽ ഭാര്യ-ഭർത്ത ബന്ധം പാടില്ല എന്ന് പറയുകയും ചെയ്തു. അബ്ദുൽ ഹാസിനെയും കൂട്ടാളികളെയും തിരിച്ചയച്ചു. പിന്നീട് മക്കയിൽ പോയി തന്റെ പക്കലുണ്ടായിരുന്ന ഇടപാടുകളെല്ലാം തീർത്ത ശേഷം അബുൽ ആസ് പരസ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹം മദീനയിലേക്ക് മടങ്ങിയെത്തി. പ്രവാചകൻ അവർക്ക് വീണ്ടും വിവാഹം നടത്തിക്കൊടുത്തു. ഏറെക്കാലത്തെ കാത്തിരിപ്പിനു ശേഷം അവർ ഒന്നിച്ചു. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 1 വർഷത്തിനുള്ളിൽ രോഗബാധിതയായി സൈനബ് ബീവി ഈ ലോകത്തോട് വിട പറഞ്ഞു. തന്റെ പ്രിയ പത്നിയുടെ വേർപാടിൽ അബുൽ ആസ് തകർന്നുപോയി. സൈനബയുടെ കാൽക്കൽ വീണ് വിങ്ങിക്കരയുന്ന ആ ഭർത്താവ് ചരിത്രത്തിലെ വിരഹത്തിന്റെ വലിയൊരു അടയാളമായി മാറി. ഈ ചരിത്രകഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.